ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആണോ ചോദിച്ചാൽ മോർണിംഗ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുട്ടറക്കലും പരിപാടൊക്കെ ആയിട്ട് നമ്മളിന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. കൊടുപടിക്കാവിലെ പോയിരുന്നത്. പിന്നെ ആ വീഡിയോ എടുത്തില്ല. ഞാൻ അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടുമല്ലോ. അപ്പോൾ അത് ഷോർട്സ് ആക്കിയിട്ടാണെന്ന് വിചാരിച്ചു. അപ്പം അമ്പലത്തിലൊക്കെ പോയി തൊഴുത്തൊക്കെ വന്നു കാര്യമായിട്ട്. ഇനിയിപ്പോൾ ഒരു 10:30 മണി കഴിഞ്ഞു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചാമ്പലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ വിശേഷങ്ങളിൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. നമ്മളിത് മുട്ട വറുത്ത നാളികേരാണ് കേട്ടോ. ഇത് നമുക്ക് നോണലിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ചിരകി വെക്കണം. ചിരകിയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണം. ഇത്രയും മൊത്തം ഞാൻ ചിരകുമ്പോഴേക്കും എൻ്റെ കയ്യിൻ്റെ പണി തീരും. ഇപ്പം ഇവിടെ പൂജയ്ക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ അവളും കൂടെ അങ്ങനെ നിന്നിട്ട് ചിരകാം അല്ലേ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ശരിക്കും പച്ചക്കറിയിലേക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവും. നാളികേരത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ. അപ്പം പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അയ്യോ ഇതൊക്കെ പറയുന്നില്ലേ ഒരു ഫുള്ള് ബോക്സ് ആയിട്ട് ഞാൻ ഇച്ചിരി പാടാം. ഓക്കെ ഓക്കെ എവിടെ വെക്കുന്നത് റെഡി. അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. അതിൻ്റെ ഇടയിൽ നമുക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒക്കെ ആയിട്ട് പുറത്തുനിന്നായിരുന്നു ഫുഡ്. അതുകൊണ്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആക്കാൻ ഉണ്ടാക്കിയില്ല. ഇപ്പം ഇന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് വേറെ കാര്യമായിട്ട് നമുക്ക് ഇപ്പോൾ മീനൊന്നും ഇന്ന് വെള്ളിയാഴ്ച വേണ്ടി കിട്ടാനുമില്ല. അപ്പം നമുക്കിപ്പം ബീഫ് ഒന്ന് നല്ല ഡ്രൈ ഫ്രൈ ആക്കണം. കറി ഒഴിച്ചു കറി ഞങ്ങൾക്ക് മിക്കവാറും ബീഫ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല. ഒഴിച്ചുകറി വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് നിങ്ങളുടെ പ്രാക്ടിക്കാം. ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ഒന്നും കൂടെ അതിൻ്റെ തണുപ്പൊന്നും ഇട്ടോട്ടെ. മൊത്തത്തിൽ നിന്ന് നല്ല തണുപ്പാണ്. കഴിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഐറ്റംസ് ഒക്കെ വേഗം ഉണ്ടാക്കാം. ഇഞ്ചിയുടെ കഷ്ണം ഇഞ്ചി വാങ്ങാനാ പൊന്നാകാൻ മറന്നത് എൻ്റെപ്പോഴേക്കും. ഈ ചെക്കതിൽ നോക്കി തുള്ളി ഇങ്ങനെ ചെപ്പിട്ടിരിക്കുന്നതാ. അവന് ഗ്യാസിന്റെ പ്രശ്നമായ ഇഞ്ചി നീര് ചതച്ചൊരു കുടിക്കലുണ്ട്. അപ്പം നല്ല രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ കേൾക്കും. അപ്പോൾ പച്ചമുളക് എടുത്തു. ഇതിനകത്ത് ഇങ്ങനെ വെക്കിയ കാരണേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഒത്തിരി ഇങ്ങനെ ബോക്സ് തിരഞ്ഞ് തപ്പി എടുക്കേണ്ട പാടേയുള്ളൂ. പക്ഷെ വൃത്തിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പം നമ്മൾ അങ്ങനെ വെക്കാം. സവാള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെക്കാം. നമ്മൾ പറഞ്ഞോളൂ. ചെറുള്ളി കുറച്ചധികം എടുക്കൂട്ടോ ഞാൻ ബീഫിലേക്ക്. ഇത് ഉണ്ടാക്കാനാ മടി, എടുക്കാൻ മടിയില്ല. രണ്ടാളും പഠിച്ചോളാം. ഇതിൻ്റെ ഇവിടെ തട്ടിയാൽ നല്ല വേദന. ഒരു പ്രാവശ്യം ഇത് തട്ടിയിട്ടുണ്ട്. എനിക്ക് നിൽക്കാൻ കാല് വേദനിക്കുന്നു. അപ്പം ഇതൊക്കെ ഈ തൊലി കളഞ്ഞ് വൃത്തിയാക്കി പച്ചമുളകൊക്കെ ചീഞ്ഞ നമ്മൾ അങ്ങോട്ട് ഇടും. നമുക്ക് അരിഞ്ഞ് പെറുക്കി വൃത്തിയാക്കിയിട്ട് അപ്പം ഇനി സംസാരിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ 1 മണിക്കൂറൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് വേഗം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കുറച്ച് നേരത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. ചെറുള്ളി ഉള്ളതുകൊണ്ട് വലിയുള്ളി ആണെങ്കിൽ പിന്നെ വേഗം ഉണ്ടാക്കി കഴിയും. ഇത് ചെറിയുള്ളിയാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. മീറ്റ് ഐറ്റംസിലൊക്കെ ചെറുള്ളി കൂടുതൽ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ അത് കാരണം ഞാൻ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാറ്. വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അല്ലേ പെട്ടെന്ന് തൊലി പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വേസ്റ്റ് ഇല്ലേ അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാം. അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിച്ചൺ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ആകെ കൂടെ ഒരു പ്രാന്തളകും. ആ വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങൾ മാത്രമേ കുക്ക് ചെയ്യുന്നിടത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇഞ്ചി തീർന്നു ഗൈസ്. നമുക്കിതിൽ കിട്ടുമെന്ന് നോക്കാം. അയ്യപ്പ മൊത്തത്തിൽ പോവോ. ഇഞ്ചി കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മളിത് ആ ഇഞ്ചി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറേ ആയിട്ട്. അപ്പോൾ അതൊന്നൊരു കഷ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പിടിച്ച് വലിച്ചപ്പോൾ ഒക്കെ കൂടെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ പോകുന്നത് ഞാൻ ഇപ്പുറത്തെ ഒരു കവറില്ലേ അതിനകത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. വെച്ചിട്ട് കിട്ടണില്ല. അതിന് മണ്ണിൽ ഇങ്ങോട്ട് തറഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അതിനി നമുക്കിവിടെ പുറത്തെങ്ങാനും ഏരി നട്ടിട്ട് ഇങ്ങനെ
മണ്ണെടുത്തിട്ട് അതിനകത്ത് നട്ടോക്കണം. എന്നാൽ പിന്നെ കുറച്ചും കൂടെ അധികം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഞാനതൊന്ന് പറിച്ചിട്ട് ബാക്കി ഞാൻ അപ്പുറത്തെ ആ ഒരു കവറിൽ തന്നെ നടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായിക്കോളും അത്. നമുക്കിനി ഇല്ലാത്ത സമയത്തൊക്കെ അതൊരു കഷ്ണം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ കഴുകി നല്ലോണം മണ്ണ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. മണ്ണിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ഇഞ്ചിയാണ് കേട്ടോ. ഞാനിവിടെ നമ്മൾ വരുന്ന സമയത്തിൻ്റെ മുന്നേ നമ്മുടെ പഴയ വീട്ടിലാകുമ്പോൾ നട്ടതാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് അതൊന്നൊരു കഷ്ണം എടുക്കണത് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് എടുത്തപ്പോൾ ഒരു സമാധാനം. നമ്മളിങ്ങനെ നട്ടിട്ട് അത്യാവശ്യ സമയത്ത് നമുക്കതൊന്ന് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ, ഭയങ്കരമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് വേപ്പിലില്ലാത്ത സമയത്ത് ആ കുഞ്ഞേന്ന് ഞാൻ പോയി പിച്ചാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനില്ലേ, എനിക്ക് വേപ്പിലിടേണ്ട സമയങ്ങൾ കുക്ക് ചെയ്യണ സമയത്ത് കറിയിലായിക്കോട്ടെ ഉപ്പേരിയിലായിക്കോട്ടെ വേപ്പിലില്ലെങ്കിൽ എന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ അടുത്തത് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ. അത് ഇത്തിരി നേരത്തെ പരിപാടി ഉണ്ട്. ചോപ്പറിൽ വെച്ച് അരിഞ്ഞാൽ ആകെ കൂടെ കുഞ്ഞുതായി കിട്ടും. ഇതിലേക്ക് എനിക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരിയണതാണ് ഇഷ്ടം. ഉപ്പേരിക്കോ ഇനിയിപ്പോൾ ചിക്കൻ കറിക്കൊക്കെ ആണെങ്കിൽ ചോപ്പറിൽ അരിയാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് അറിയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നുറുക്കി വെച്ചിരുന്നേ, തൊലി കളഞ്ഞ് വെച്ചതൊക്കെ കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് ഇത്തിരി വലുതാണോ പോലെ തോന്നി. അപ്പോൾ ഞാനതൊക്കെ ഇത്തിരി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. സുർക്കയിൽ വെള്ളം സുർക്ക ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു മണം മാറാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് മൊത്തത്തിൽ തെറ്റിപ്പോകുന്നുണ്ടോ ഗൈസ്? എനിക്ക് ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. സ്പീഡിൽ പറയുമ്പോൾ തെറ്റിപ്പോവും, മെല്ലെ പറഞ്ഞാൽ അതിനെക്കാട്ടിലും തെറ്റിപ്പോവും. അപ്പോൾ ആ ബീഫൊക്കെ നമ്മളൊരു 5-6 പ്രാവശ്യം അങ്ങോട്ട് വാഷ് ചെയ്തെടുക്കണം. എനിക്ക് ആ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് കാണണം. അതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ബീഫൊക്കെ വാഷ് ചെയ്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിനി അടുത്തത് അത് കറി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നോക്കാം. വേഗം തന്നെ നമുക്കിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. എപ്പോഴും കറി പോലെ ഒരു ഗ്രേവി ടൈപ്പ്, ഒരു സെമി ഗ്രേവി പോലെ അല്ലേ ചെയ്യാറ്. ഇത് നല്ലോണം വരട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചു. ഇനിയൊരു സമാധാനമാണ് കേട്ടോ. ഇത് ഈ അരിയലും പെറുക്കലും കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഒരു 3/4 ഭാഗത്തോളം പണി തീർന്ന പോലെ തോന്നും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എത്തിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചട്ടി ഞാനവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് പൊടിയോളം അങ്ങോട്ട് ചൂടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോഴെല്ലാം മിക്കവാറും ഈ ഗ്യാസ് സിലിണ്ടർ ഞാൻ താഴെ ഓഫ് ആക്കിയിട്ടാണ് പോകും. എനിക്ക് എന്തെങ്കിലും പോകുമ്പോഴായാലും കുക്ക് ചെയ്ത് കഴിഞ്ഞാലായാലും അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടില്ലേ നോക്കാറുണ്ട്. ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് എനിക്ക് തോന്നിയാലും പിന്നെ ഒന്ന് വന്ന് നോക്കാൻ ഒരു ടെൻഡൻസി തോന്നും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു പാട്ട് കച്ചേരികൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എനിക്ക് പൂജട്ടിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പാടാൻ വേണ്ടിയിട്ട്. അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ഞങ്ങളുടെ ഇഷ്ടത്തിന് വായി തോന്നിയത് മൊത്തവും ഇരുന്ന് പാടിക്കോളും. അങ്ങനെയാണ് ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഫോണല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫോണും കൂടെ എക്സ്ട്രാ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഫോണിൽ വെച്ചിട്ട് പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൂവി വെച്ചിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കുക്ക് ചെയ്യണ ഭാരം അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണതിൻ്റെ മുന്നേ, ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യും, പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മൾ പൊടികൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കണുണ്ട് കേട്ടോ. ഒന്ന് ചൂടാക്കി പൊടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. പച്ചമണം അങ്ങോട്ട് മാറി കിട്ടിക്കോളൂ. എന്നിട്ട് നമ്മുടെ ബീഫിനകത്ത് ഈ പൊടികളൊക്കെ ഇട്ടെടുത്ത് പാകത്തിന് ഉപ്പിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കൈ വെച്ചങ്ങോട്ട് ഞെരടി യോജിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഞാൻ അത്രയൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മൾ കുക്കറിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഷടപടേന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറിയുള്ളി കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. മീറ്റ് ഐറ്റംസിൽ ചെറിയുള്ളി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ സവാളേനെക്കാട്ടിലും കൂടുതൽ ചെറിയുള്ളി ഉണ്ടാക്കാൻ പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇടയ്ക്കില്ലേ ചെറുതൊക്കെ ചിലത് പൊട്ടയ്ക്കാണെങ്കിൽ ജനൽ കൂടെ അപ്പുറത്തേക്ക് ഇടാറുണ്ട്. അവിടെ പിന്നെ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കും കേട്ടോ. വെച്ചിട്ട് വല്ല വേസ്റ്റും അല്ല, ചിലപ്പോൾ മടി കാരണം അങ്ങനെ അങ്ങോട്ട് പോവാറൊക്കെ ഉണ്ട്. അടിച്ച് വാരി അവിടെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അവിടെ എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുത്തു. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തുടച്ചെടുത്തിട്ടില്ല ഈ ഒരു സമാധാനക്കട. ഈ ഒരു തുടയ്ക്കൽ ഇങ്ങനെ മിനിറ്റിന് നടന്നുകൊണ്ടിരിക്കും. അതങ്ങനെ ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അതങ്ങനെ നടന്നോളൂ കേട്ടോ. പിന്നീടാ നല്ല ദാഹം, അല്ല നട്ടുച്ചയല്ലേ, കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. നന്നാരി ഉണ്ട് കൊടുന്ന് വെച്ചിട്ട് കത്തിയൊക്കെ സോപ്പിട്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. നന്നാരി വെള്ളം കുടിക്കാൻ ഇപ്പം നല്ല അടിപൊളി വെയിലും ചൂടൊക്കെയാണ്. നന്നാരി വെള്ളവും ഈ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളമോ ഇത് നമ്മുടെ സംഭാരമോ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിക്കേണ്ടി വരും. അത്രയും ചൂടാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ വേഗം തന്നെ വെള്ളം ഒഴിച്ചു. നമ്മുടെ നന്നാരി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്നാണ് കേട്ടോ, കടങ്ങാടുള്ള കടയിൽ നിന്ന്. നല്ലതാണ് കേട്ടോ നന്നാരി. കളറൊക്കെ ഉണ്ട്, 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കളർ കൂടുതലുള്ളതാണ് എടുത്തത്. അപ്പോൾ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാപ്പി, അതും പിഴിഞ്ഞൊഴിച്ചു. പാകത്തിന് നന്നാരി ഒഴിച്ചിട്ട് മാകം അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നല്ലൊരു ആശ്വാസം കിട്ടും. ഇപ്പം എനിക്ക് മടിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു നാരങ്ങയുടെ തൊലി അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തെ ജനൽ കൂടെ അപ്പുറത്തേക്ക് ഇടുന്നു പറയാറുണ്ടല്ലോ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പൂജയ്ക്ക് ഇപ്പം തന്നെ വേണ്ട, നല്ല തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തണുപ്പോട് കൂടി 2 ഗ്ലാസ് കുടിച്ചു. ആ കുടിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖം തോന്നും കേട്ടോ. അപ്പോൾ അവളുടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണൻകുട്ടിക്കുള്ളത് വന്നിട്ട് നീ കലക്കുക. അവൻ ക്ലാസ്സിന് പോയിരിക്കുകയാണല്ലോ. ഞങ്ങളിത് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, അതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖം. ഓമക്കായ പഴുത്തുണ്ടോ നോക്കാം, ബാ, ഉണ്ടെങ്കിൽ പൊട്ടിക്കാം, ബാ. കേസ് നമുക്ക് മുരിങ്ങടല കിട്ടി. താത്ത മുരിങ്ങടല തന്നു, എന്നാ പിടിക്കും. ഇതെവിടെയും വെക്കരുത് കേട്ടോ, ഇനി ഇങ്ങോട്ട് വരും. ഇതൊക്കെ വലുതായാലും വേണമെങ്കിൽ പറിച്ചോ പൂജ. പറിക്കണം, ഇപ്പം പറിക്കണ്ട, ആ ഒക്കെ ഒപ്പം പറിക്കാം. വലിയ ഇഷ്ടമല്ലേ, വേണ്ട. എനിക്കിഷ്ടമാണ്. ഇത് മരത്തുമ്പോൾ നിന്നാ പഴുക്കൂല. പ്രശ്നം അറിയോ, ഇതുകൊണ്ടൊന്നും കാണുന്നതല്ല ഈ ഇത് കളയ്ക്കുന്നു വിചാരിച്ചു ഞാൻ. ഇതും കൂടെ ഇടാല്ലേ, കറി വയ്ക്കാൻ. ഒന്ന് മതി. അത് പഴുപ്പിക്കാനോ? പേടിയടി ഇത് കുത്താൻ. മോളല്ലേ പറഞ്ഞേ പഴുത്തതാണെന്ന്? അത് നോക്ക്, അത് പഴുത്തതാണേ. എന്താ കുട്ടി അറിയില്ലേ? കുറച്ച് നേരം കുസ്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 പപ്പായ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഓമക്കായ കിട്ടിയപ്പോഴും എനിക്കൊരു സമാധാനമായി. പപ്പായ, ഓമക്കായ, നമ്മുടെ ഇവിടെ കർമുത്തിക്കായ, അങ്ങനെ പലതും പറയും കേട്ടോ. പിന്നെ ഒരെണ്ണം ചെറുത്, ഞാൻ ചെറുതല്ല, പച്ച കറി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങടല നമുക്ക് താത്ത തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അത് കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗ്ഗം. ബീഫൊന്നും വേണ്ട, മുരിങ്ങടല കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങടല അതുപോലെ ഇടിച്ചക്ക, ഇത് രണ്ടും പഴുപ്പിക്കാൻ വെക്കാം നമുക്ക് കേട്ടോ. അത് കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഒരു കളർ മാറ്റം. ഇത് പഴുത്തോളൂ 2 ദിവസം കഴിഞ്ഞാല്. പച്ച വെള്ളം നമുക്ക് ഇവിടെ വെക്കട്ടെ അല്ലേ. ഇത് വെക്കുന്നുണ്ട് പച്ച നമുക്ക് മോരുകറിയോ എന്തേലൊക്കെ ഉണ്ടാക്കാം. ഇവിടെ വെക്കട്ടെ. താങ്ങും മുരിങ്ങടല നമ്മൾ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാനില്ല. അപ്പൊ കയ്യോടെ ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ കഴിക്കാം. നാളികേരൊക്കെ ചരക്കിട്ടിട്ട് പോരണ്ടാക്കല്. നാളേക്ക് അത് വരും. എന്ത് വരും? കേട് വരും. അപ്പൊ നീ ഇത് വേഗം ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മുരിങ്ങടല നല്ല ഇഷ്ടമാണ്. എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ. നമ്മൾ മറ്റേ വീട്ടിലത്തെ പോലെയല്ല, പൊടി ചെന്നാൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് താത്ത തന്നതുകൊണ്ട് നാളേക്ക് ഞാൻ പാടാൻ വെക്കില്ല. വേഗം നമുക്കിതൊരു തോരൻ ഉണ്ടാക്കാം. അപ്പൊ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒരു ആർഭാടല്ലേ ചേച്ചി എന്ന് തോന്നും. പക്ഷെ അത് എനിക്ക് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സങ്കടം വരും. നമുക്ക് എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ. ടേസ്റ്റ് മാറും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബീഫ്. എന്തെങ്കിലും വേണ്ടില്ല, മുരിങ്ങടല ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ മതി. അപ്പൊ കിട്ടുമ്പോൾ നമ്മളത് ഫ്രഷോട് കൂടെ ഉണ്ടാക്കി കഴിക്കല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മക്കളെ. പിന്നെ നാളെ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം. വേഗം ഇതൊന്ന് ഊരിയെടുക്കട്ടെ കേട്ടോ. അതൊരു മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും നല്ലതാണ്. ഇനി ഇത് വേഗം കൈയോടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാടും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇതാണെങ്കിൽ ഫ്രഷോടെ കൂടെ കിട്ടിയത് നമുക്കൊരു ഉപ്പേരി തോരൻ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പിന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. ഞാൻ പകുതി അങ്ങോട്ട് എടുത്ത് കറിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കേസ് അതിൽ ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നതാണ്. അപ്പോൾ നാളേക്ക് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബീഫ് വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ടു, നമ്മുടെ ചെറുള്ളി, സവാള, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് മൂത്തൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പെരിഞ്ചീരകം ചേർക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് ഈ സ്റ്റേജിൽ കുറച്ച് നമ്മുടെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരട്ടെ.
ആ സമയത്ത് നമുക്കൊരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂക്കുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് നമുക്ക് ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ മൂക്കുമ്പോൾ ഇതിവിടെ മൂക്കട്ടെ. അപ്പോൾ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഉപ്പേരിയുടെ ഇത് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് മുരിങ്ങടലയും കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് അങ്ങോട്ട് വയ്ക്കുക. വേഗം വെന്തോളും. മുരിങ്ങടല വേവാൻ വേണ്ടി എത്ര പാടൊന്നുമില്ല. മുരിങ്ങടല നമുക്ക് പണ്ടൊക്കെ അല്ലേ, പണ്ടല്ല പഴയ വീട്ടിലാവണ സമയത്ത്, റെൻ്റ് ഹൗസിലാവണ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ആവശ്യത്തിലധികം പൊട്ടിക്കാൻ വേണ്ടി പറ്റാറുന്നു കേട്ടോ. ഇവിടെ പിന്നെ അത് കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേക്കപ്പം ഉണ്ടാക്കി കഴിച്ചോളൂ. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈയുടെ കാര്യം മറക്കണ്ട. തക്കാളിക്ക് വെന്തുടഞ്ഞപ്പോൾ വെന്തിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്നങ്ങോട്ട് അടച്ച് വെക്കുക. അതൊന്നും അങ്ങോട്ട് കുറുകി വരട്ടെ. നല്ലോണം വെള്ളം ഡ്രൈ ആവണം. അപ്പോൾ അതിനുള്ളൊരു സമയം നമ്മൾ വിട്ടു കൊടുക്കണം. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇരിക്കുന്ന പാത്രങ്ങൾ കൈയോടെ വേഗം അങ്ങോട്ട് കഴുകി വെക്കാൻ. ഇനി 1 2 3 4 5 6 വെച്ചിട്ട് കൂടണ്ട. അപ്പോൾ അതങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കണുണ്ട് കേട്ടോ. മറ്റേ എന്താണെന്നറിയോ, ഇതിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ അലമ്പായി കിടക്കും. മറ്റേത് ആ ഒരു കിച്ചൺ അങ്ങനെ വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഒന്നാണെങ്കിലും 2 ആണെങ്കിലും അപ്പം കൈയോടെ കഴുകി വെക്കുന്നത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവിടെ വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ അതങ്ങോട്ട് കഴുകി വെച്ചാൽ ആ പണി അങ്ങോട്ട് കഴിയില്ലേ. ബാക്കി നമുക്ക് കിച്ചണിൽ നിന്ന് വേഗം ഇറങ്ങി നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേതുള്ള ഒരു ദിവസം മൊത്തം ഞാൻ കിച്ചണിലാണേ എന്ന് പറഞ്ഞിട്ട് കരയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചടപടേന് നമ്മൾ അവനവൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോരുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ കിച്ചണിലല്ല നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ജനൽ വഴി അപ്പുറത്തേക്ക് അങ്ങോട്ട് ഇടും. വല്ല ഈ പറഞ്ഞ പോലെ വേപ്പിലോ അതോ ഇതോ എന്തെങ്കിലുമൊക്കെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാനതൊക്കെ കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് വേസ്റ്റ് ബോക്സിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാം കേട്ടോ. 1 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങോട്ട് എറിയും. അത്ര തന്നെ. പിന്നെ ഞാൻ ഈ തുടക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ നിങ്ങൾക്ക് തുടക്കം മുതലേ കാണുന്നവർക്കൊക്കെ അറിയണ്ടാവും ഈ ഒരു അസുഖം. അപ്പോൾ അത് തുടച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ എത്തുമ്പോൾ എല്ലായിടത്തും അങ്ങോട്ട് എത്തിക്കോളും. ഒരു സ്ഥലത്ത് തുടക്കേണ്ടതാണെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് എത്തിക്കും. ഇല്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതും കഴിഞ്ഞു. കൈയൊക്കെ നല്ലോണം ഒന്ന് കഴുകി. ഇനി നമ്മുടെ തോരലിലേക്ക് ലേശം നാളികേരം. നാളികേരത്തിൻ്റെ കാര്യം പറയണ്ട. നാളികേരം ആകെ 2 എണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് എടുക്കണുള്ളൂ. പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതങ്ങോട്ട് ചിരകി ആ ഒരു ചിരവയും കൂടെ കഴുകി തൂക്കി എടുത്ത് വെച്ചു. അവിടെ ഒന്നും ഇങ്ങോട്ട് തുടച്ചിട്ടു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് വൃത്തിയായിട്ടാണ്. ബാക്കി ഇരിക്കുന്ന നാളികേരം ഫ്രിഡ്ജിൽ കൈയോടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. ദാഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളം ഇങ്ങനെ മാക്കം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂടുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടും അവിടെ കുറച്ച് അധ്വാനം പോയില്ലോ. പുറത്തിറങ്ങി ഭയങ്കര ദാഹമാണ്. ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. പല കാലാവസ്ഥയാണ്. രാവിലെ തണുപ്പ്, ഉച്ചയ്ക്ക് ഭയങ്കര ചൂട്, രാത്രിയും തണുപ്പ്, അങ്ങനെയാണ്. പിന്നെ മുരിങ്ങടല വെന്തപ്പോൾ അതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ നോക്കുക. ഉപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. രാവിലെ അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് ആ കുറിയും കാര്യങ്ങളൊക്കെ. ബീഫ് ഇതാ നല്ല ഒന്ന് കുറുകി വന്നപ്പോൾ കുറച്ച് അധികം കുരുമുളക് പൊടിയും ഇത്തിരി പോരം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ബീഫിലേക്ക് ഒരുപാട് ഗരം മസാല ആരോട്ട് ഷോർട്സിൽ ഇത്രയും ഗരം മസാല ഇട്ടാൽ ചോദിക്കില്ലേ, ഇത്രയും ഗരം മസാല അല്ല അത് കേട്ടോ. അത് കുരുമുളക് പൊടിയാണ് ആദ്യം തോന്നിയത്. പിന്നെ ഇടുന്ന പിഞ്ചാണ് നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ ആയത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചുകറിയിലേക്ക് വേറെ രണ്ടാമതൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. അതുള്ളത് കൂട്ടിയിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ ഒഴിച്ചുകറി വേണ്ട. അതൊരു ആഭാസം ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിലങ്ങോട്ട് ഒതുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 2 പപ്പടം കാച്ചാം. ഉജിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ തൊള്ളവെട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട്. അവളെ കളിയാക്കണുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ട്രോളിനൊക്കെ ഉണ്ടാവും. ചോറ് വെച്ചിട്ടില്ല കേസ്. അപ്പോൾ അരിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ഗ്ലാസ് അരി. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ കുറവാണെങ്കിൽ പിള്ളേരുടെ നേരത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ വെക്കാം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒതുക്കും. ഇതുണ്ടാവും, ധാരാളം ഉണ്ടാവും. അപ്പോൾ അത് കഴുകുന്നുണ്ട് ഒരു 3 4 പ്രാവശ്യം. ഞാൻ ഇവിടെ പറയാറുണ്ടല്ലോ, നമ്മൾ റേഷനരിയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. എല്ലാവർക്കും അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഒരു 3 4 5 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിൽ പാകത്തിന് വെള്ളം വെച്ചിട്ട് ഒരൊറ്റ വീസിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊരു 8 മിനിറ്റ്. ചില അരിക്ക് പല വേവായിരിക്കും. ഇത് നമുക്കൊരു 8 മിനിറ്റ് മതി. ആ 8 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞ് ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുടുസുടാ വെറുവെറാന്നുള്ള ചോറ് നമുക്ക് കിട്ടും. ഇതുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറും. ആ ചോറ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ വെന്തുടഞ്ഞ് അളി വിളിയൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ വർഷങ്ങളായിട്ട് കുക്കറിൽ ചോറ് വയ്ക്കാറുണ്ട്. അതിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അങ്ങനെ ചോറായി, മുരിങ്ങയിലട തോരനായി, പിന്നെ എന്താ പറയുക ബീഫ് എടുത്തു, മാങ്ങ ഉപ്പിലിട്ട് കൊടുത്തു കേട്ടോ. പപ്പടം ഞാൻ കാച്ചാൻ വേണ്ടി നിന്നില്ല. ഇതൊക്കെ മതി. ഇനി ബീഫും മുരിങ്ങയുടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഉപ്പിലിട്ട മാങ്ങയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ട മാങ്ങ. മുറാന്നെ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പം നമ്മുടെ ബീഫും ഉപ്പേരി ഞാൻ ഷോർട്സിന് വേണ്ടി 2 ഉള്ള കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇത് പൂജപ്പേരിയാണ്. അപ്പോൾ അവൾക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മസാല പുതിയൊരു മസാലയാണ്. നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി മുന്നേ കഴിച്ചു, വേറെ പറഞ്ഞത് ഉപ്പിലിട്ട മാങ്ങ ഇത് കൂടെ സ്വർഗം.
കൂട്ടത്തിൽ നമ്മുടെ മുരിങ്ങപ്പേരിന് മാത്രം പാടില്ല. ഞാൻ ഫുള്ള് കഴിക്കട്ടെ. ഇന്ന് ഇത് കഴിഞ്ഞാൽ ലൈവിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഫുഡ് കഴിക്കട്ടെ. നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാകുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഗൈസ്, നമ്മൾ ലൈവൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വളാഞ്ചേരി പോവാണ്. നാളത്തെ ഫംഗ്ഷന് ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ മറ്റെന്തൊരു ഫംഗ്ഷൻ ഉണ്ട്. അയ്യോ ദിവസം പോയി. അപ്പോൾ പഠിച്ചോനെ. അപ്പോൾ ഞാനും പൂജും കൂടെ പോട്ടെ. കണക്കുട്ടിയോടെ ക്ലാസ് കഴിഞ്ഞിട്ട് വളാഞ്ചേരി ഉണ്ട്. അവനെന്തോ ഷർട്ട് എടുക്കണം എന്നൊക്കെ പറയണം. അവിടെ എന്താ പറയുക, ഡിസ്കൗണ്ട് ഇതുണ്ട് ഇത്രേ. എന്താ പിന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡിസ്കൗണ്ട് അല്ല, എന്താ അതിന് പറയാം, ഓഫർ മറന്നു. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ ഞാനും പൂച്ചിട്ടിയും കൂടെ പോട്ടെ. അവനവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇനി പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഞങ്ങളവിടെ എത്തി ഒരുമിച്ച് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. അപ്പം ഇനി പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ വളാഞ്ചേരി പോയി വന്നിട്ട് വേണം അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ. ഇനിയിപ്പോൾ അതിന് നിന്ന് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് പോയിട്ട് വരാം. പോര് പൂട്ടിക്കോ. ഇന്ന് പൂച്ചിട്ടാണ് ലാസ്റ്റ് ഇറങ്ങണം. അപ്പോൾ പിന്നെ അവൾ പൂട്ടിക്കോളും. ലാസ്റ്റ് ഇറങ്ങണം, ഒരു വീട് പൂട്ടി ഇറങ്ങണം. ഓക്കെ, അപ്പം നമ്മൾ പോയിട്ട് വരാം ഗൈസ്. നല്ല വെയിലാണ്. കുട എടുത്തിട്ടുണ്ട്. എന്തായാലും 5:30 വരെ നല്ല വെയിലുണ്ടാവും. പൂജാബേട്ടി ഇറങ്ങിയിട്ടുണ്ട്. പോവാ. കൈ കടയാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ. ആ പേഴ്സിൽ വയ്ക്കാം. കുട ഇങ്ങോട്ട് തന്നോ. കുട ഞാൻ പിടിക്കാം. അപ്പം ശരി ഗൈസ്, സ്റ്റാർട്ട്. ഈ പാടം പടം വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണാപ്പെടാന്നുള്ളത് എനിക്കറിയാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഓടി വന്നിട്ട് ചേച്ചി പാടത്ത് കൂടെ നടന്നു വന്ന റീൽ ഇങ്ങനെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പാടം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത് കാണുക ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടി വൈകുന്നേരമൊക്കെ. മുന്നൊക്കെ ഞാൻ പറയാറില്ലേ, നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം ഈ പാടത്ത് വന്നിരിക്കും. കാര്യം പറയാൻ വേണ്ടിയിട്ട് പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ ഇങ്ങോട്ട് വരും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വളാഞ്ചേരി ഇന്ന് ഭൂലോക ബ്ലോക്കായിരുന്നു. മിക്കതും ഇങ്ങനെ തന്നെയാണ്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കണ്ണൻകുട്ടി ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് അവന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെടുത്ത ഷർട്ട് എനിക്ക് എന്തോ ബോധിച്ചില്ല. പിന്നെ ഞാൻ പിടിച്ചതും അവനും വല്ലാണ്ട് ബോധിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ നീ ആശ എടുത്തത് അങ്ങനെ ആയിക്കോട്ടെ, അവനല്ലേ ഇടേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് കേട്ടോ. ഇവിടെ എന്തായിരുന്നു ഈ കടയുടെ പേര് ഞാൻ വിട്ടുപോയി. അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ പേര് ഞാൻ വിട്ടുപോയി ഗൈസ്. അതാണ് നമ്മുടെ പിന്നെ നേരെ പോയത് വിശാൽ മാർട്ടിലാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റിനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടേക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഷർട്ട് പിന്നെ ഓൾറെഡി അവൻ അവിടെ നിന്ന് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, മറ്റേ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ പിന്നെ എന്തൊക്കെ നോക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അത്രയും ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം കണ്ണൻകുട്ടി ജസ്റ്റ് ഒന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവിടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ മേലുണ്ട്. നമുക്ക് ഗിഫ്റ്റിനുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഡിന്നർ സെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമുണ്ട്, ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വാങ്ങാൻ സാധനങ്ങൾ കുറച്ച് കൂടുതൽ അവിടെ ഉള്ള പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഒന്ന് ഒതുങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. മാസം അവസാനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അവസാനമായില്ല. അപ്പോൾ പിന്നെ ഞാനിപ്പം ഇനി അതിന് നിൽക്കണമല്ല എന്ന് വിചാരിച്ചു. പിന്നെ നല്ല കാസറോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടുന്ന് എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തു. ഇനി ബില്ല് ചെയ്യണം താഴെ പോയിട്ട്. അല്ലാതെയും കുറേ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളെന്ന് മാത്രമല്ല, ഡ്രസ്സ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു കുട്ടി മുന്നേ എനിക്കറിയാം ഫിനാൻസിൽ വെച്ചിട്ട് അവളെന്നെ. അപ്പോൾ ആ കുട്ടിയുടെ മോള് വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ കുട്ടിയോടും കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ താഴെയും പിള്ളേരൊക്കെ ചേച്ചി വീഡിയോസ് കാണാറുണ്ട്, സബ്സ്ക്രൈബർ. വളാഞ്ചേരി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ആളെങ്കിലും വന്ന് പറയാറുണ്ട് കേട്ടോ, ചേച്ചി വീഡിയോ കാണാറുണ്ട്, അടിപൊളിയാണ്, ഇഷ്ടമാണ്, നല്ലതാണ് എന്നൊക്കെ. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. വന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ചിലവരിങ്ങനെ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ കൈ കൊണ്ട് ഹായ് എന്നൊക്കെ കാണിക്കാറുണ്ട്. നമുക്ക് അറിയാൻ പറ്റും അവരുടെ സ്നേഹം അതിനകത്ത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിലാണ് ഞാൻ മിണ്ടായിരിക്കുള്ളൂ. എൻ്റെ അടുത്ത് വന്ന് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇന്നെ അറിയാമല്ലോ. അപ്പോൾ ഓടി വന്ന് എന്നോട് സംസാരിക്കണം അതേപോലെ. അല്ലാതെ ഞാൻ ജാടയാണെന്ന് വിചാരിച്ച് നിൽക്കരുത് കേട്ടോ. എനിക്ക് സംസാരിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും വന്ന് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ഐസൊക്കെ ഇരുന്ന് കഴിച്ചു അവിടുന്ന്. പിന്നെ ഇവിടെ നമ്മുടെ
കമ്മ്യൂണിറ്റി പാർക്കിൽ ഇവിടെ എപ്പോഴും പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ ആയി. അപ്പോൾ ഏതായാലും അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ്, ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ടൈം ഇല്ലായിരുന്നു. അപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ പിന്നെ 20 രൂപ കൊടുത്ത ടിക്കറ്റിന് കയറിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാതെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കിനി അടുത്ത സൺഡേയിൽ പോവാടാ, ഇത്തിരി നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കണക്കുട്ടി അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നതല്ലേ, അവന് വിശക്കണും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീഫ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മളൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അത്ര വാങ്ങണ കടയാണ് കേട്ടോ. ഈ കാക്കാക്കും നല്ല അഭിപ്രായമാണ് വീഡിയോനെ പറ്റിയിട്ട്. ലാഗ് അടുപ്പിക്കാണ്ട് വെറുപ്പിക്കാതെ ടപ്പേന്നതിന് കാര്യം പറഞ്ഞ് പോകുന്നുണ്ടെന്നാണ് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് പുള്ളി പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ അമേലിയയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ണന് കയ്യിൽ എന്തോ ഇടാനുള്ളൊരു സാധനം, അത് ഞാൻ മറന്നു മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ 30 രൂപ എനിക്ക് കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സിലേക്ക് കമ്മലുണ്ടായിരുന്നല്ലേ, 30 രൂപയുടെ അടിപൊളി കമ്മലുകളുണ്ട് കേട്ടോ മക്കളെ, നിങ്ങൾ മിസ് ചെയ്യാതെ കയറിക്കോളൂ. സൂപ്പർ സീന് സാധനങ്ങളുണ്ട്, നല്ല അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. നമ്മളന്ന് ഇനോഗ്രേഷന് പോയല്ലോ, അത് വിചാരിച്ചിട്ടല്ല, അതിൻ്റെ മുന്നേ ഞാൻ അമേലിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കൊണ്ടു കേട്ടോ, നല്ലതാണ്. പിന്നെ നമ്മളിവിടുന്ന് ബില്ല് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് തിരക്കുണ്ട്, അത്യാവശ്യം അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. കമ്മലിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട്. കമ്മൽ പ്രേമികൾക്ക് എന്നെ പോലെ കമ്മൽ പ്രേമികളൊക്കെ ആണെങ്കിൽ ഓടിപ്പോക്കോളൂ കേട്ടോ. പിന്നെ ഞാനൊരു ചൂല് വാങ്ങാമെന്ന് വിചാരിച്ചു. എപ്പോഴും അതിൻ്റെ കാര്യം ഞാൻ മറന്നു പോവും, ചൂലിൻ്റെ കാര്യം. ഇവിടെ വന്ന് നമ്മൾ അടിച്ചു വരുന്ന സമയത്താവും അയ്യടാ ഞാൻ ചൂല് വാങ്ങിയില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ അവിടെ തന്നെ ഒരു ചൂലൊക്കെ നോക്കി അടിച്ചു വാരി നോക്കിയിട്ടോ. എന്നിട്ട് ഞാനൊരു ചൂലും കൂടെ എടുത്തു. ഞാൻ ആ ചൂലിട്ട് വരുന്നതടക്കം ഈ പിള്ളേർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വളാഞ്ചേരി വെച്ച് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ മുന്നൊക്കെയാണെങ്കിൽ നല്ല ചമ്മല, ഇപ്പോൾ പിന്നെ അത്രയൊന്നുമില്ല. ഒരു ലോട്ടറി എടുത്തിട്ട് ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു ലോട്ടറിയും കൂടെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ഗൈസ്. കുറേ നേരമായി പോയിട്ട് നമ്മൾ. ഹലോ ഗൈസ്, നമ്മൾ വളാഞ്ചേരിയൊക്കെ പോയി വന്നു, സാധനങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഫോണിലൊന്നും ഒന്ന് ചാർജില്ല. പിന്നെ ഇപ്പോൾ ചാർജ് എടുത്ത് വരുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ ഒരുവിധം ഒരുങ്ങും. വൈകുന്നേരമായി, വിളക്ക് വയ്ക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ണുകുട്ടി കുളിച്ചിട്ട് വേഗം വിളക്ക് വെച്ചോളൂ. അതിനുള്ളിൽ ഞാൻ വേഗം അടിച്ചു വാരി ഒരു ഗ്ലാസ് വെള്ളം വേണം, എല്ലാം ദാഹിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.